എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഏപ്രിൽ 22. ഇന്നത്തെ ദിവസത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ മുസ്ലിം മത തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വിനോദസഞ്ചാരത്തിന് പഹൽഗാമിലെത്തിയ 26ലധികം ആളുകളെ അതിക്രൂരമായി അവരുടെ ഭാര്യമാരുടെയും ബന്ധുമിത്രാദികളുടെയും മുമ്പിലിട്ട് വെടിവെച്ചു കൊന്ന ദിവസമാണ് ഏപ്രിൽ 22. ഭാരതത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയോട് കൂറുള്ള ഒരു വ്യക്തിയും ഈ ദിവസം മറക്കയില്ല. മുസ്ലിം മത തീവ്രവാദികളുടെ ആക്രമണം അത് രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നും 3 ഇസ്ലാമിക് മത തീവ്രവാദികൾ, മുസ്ലിം മത തീവ്രവാദികൾ അവർ ഈ പ്രദേശത്ത് എത്തുകയും അവിടെ വിനോദസഞ്ചാരത്തിന് വന്ന ആളുകളോട് അവരുടെ മതപരമായ കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും തുടർന്ന് അവരുടെ വസ്ത്രം അഴിക്കുകയും സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ മുസ്ലിം അല്ലാത്ത ആളുകളെ അതിക്രൂരമായി നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന ദിവസമാണ്. ലോകത്തിൽ ഇത്രയും ക്രൂരമായി പെരുമാറാൻ മുസ്ലിം മത തീവ്രവാദികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ ഭീഷണിയും തന്നെ ഈ മുസ്ലിം മത തീവ്രവാദികൾ തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളെ കാണാൻ കഴിയും. ലോകത്തിനും നമ്മുടെ ഭാരതത്തിനും ഏറ്റവും അധികം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിം മത തീവ്രവാദികൾ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്. അതായത് പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന അതുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തൊയ്ബ എന്ന ഇസ്ലാമിക് ഭീകര സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഏതാണ്ട് 1000-ലധികം മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ബൊക്കോ ഹറാമായിട്ടും അതുപോലെ ഹമാസായിട്ടും ഹിസ്ബുള്ളയായും ഹൂത്തികളായും ജമാഅത്ത് ഇസ്ലാമിയായും പോപ്പുലർ ഫ്രണ്ടായും ഒക്കെ നമുക്ക് ഒരുപാട് മുസ്ലിം മത തീവ്രവാദ ഗ്രൂപ്പുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചാൽ ഓരോ പ്രദേശങ്ങൾ മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നും അവരുടെ ശരീഅത്ത് നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് തിരിച്ചു നൽകി. എന്നാൽ ഇന്ത്യയിലുള്ള കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഇതിൽ വലിയ സംതൃപ്തി തോന്നിയില്ല. കാരണം പാകിസ്ഥാൻ്റെ നെഞ്ചത്ത് വെടിയുണ്ട കയറ്റിയപ്പോൾ, പാകിസ്ഥാൻ്റെ നെഞ്ച് പിളർന്നുകൊണ്ട് ബ്രഹ്മോസ് മിസൈൽ ചീറിപ്പാഞ്ഞപ്പോൾ ഇന്ത്യയുടെ കരുത്തന്മാരായിട്ടുള്ള വൈമാനികന്മാർ അതിശക്തമായി ഇസ്ലാമിക് മത തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിപ്പിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ കോൺഗ്രസ്സിലും ഇടതുപക്ഷത്തും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലുമുണ്ട്. ഇവർ രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒരു കാരണവശാലും പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്നുള്ള ചിന്താഗതിയോടെ കോൺഗ്രസും ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ മനസ്സ് മുഴുവൻ പാകിസ്ഥാനോടുകൂടിയായിരുന്നു. അത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. എന്നാൽ ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ പാകിസ്ഥാന് നേരെ നടത്തിയ ആക്രമണത്തിൽ അഭിമാനം കൊണ്ടവരാണ്.
നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഒരു അത്തപ്പൂക്കളം അതിനെതിരെ കേസെടുത്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. രാജ്യദ്രോഹ പരമായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും ഈ കോൺഗ്രസും ഇടതുപക്ഷവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അതിശക്തമായ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് നടത്തിയത്. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടാനുള്ള കാരണം, ഈ മുസ്ലിം മത തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞ് കയറി ഈ പെൺകുട്ടികളുടെ സിന്ദൂർ, പൊതുവെ ഹിന്ദു വിശ്വാസമനുസരിച്ച് സിന്ദൂരം അത് ഇടുന്നതിൻ്റെ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് അത് ഉപയോഗിക്കുന്നത്. ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ ഭർത്താവ് ആണ് ഈ സിന്ദൂരം ചാർത്തുന്നത്. അപ്പോൾ ഈ മുസ്ലിം മത തീവ്രവാദികൾ ഇത് മായ്ച്ചു കളയുകയും അതിക്രൂരമായി ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്യും. അതിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഭാരതത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭാരതത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും അതോടൊപ്പം ഇസ്ലാമിക് മത തീവ്രവാദികളെ ഈ ലോകത്ത് തന്നെ തുരത്തണം എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടും ഈ പഹൽഗാമിൽ രക്തസാക്ഷികളായി തീർന്ന ഇന്ത്യയുടെ ധീരപുത്രന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ പല ഇസ്ലാമിസ്റ്റുകളുടെയും ചാനലുകൾ ഞാൻ നോക്കിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരക്ഷരം പോലും ഇവർ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പല ജിഹാദി അനുകൂലികളുടെ ചാനലുകളുണ്ട്, പല ജിഹാദി ചാനലുകളുമുണ്ട്. അവരൊന്നും ഈ പഹൽഗാമിനെ ഓർക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട് അനുസ്മരിക്കുകയോ മരണപ്പെട്ടവർക്ക് അവരെ ഓർക്കുകയോ ആദരാഞ്ജലികൾ അർപ്പിക്കുകയോ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മുസ്ലിം മത തീവ്രവാദികൾക്കെതിരെ പോരാടിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിക്കുകയോ ചെയ്യുന്നത് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഈ ഓരോ ഇന്ത്യക്കാരനും ഈ ഏപ്രിൽ 22 എന്ന ദിവസം ഓർത്തിരിക്കും. കാരണം പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിം മത തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച, അല്ലെങ്കിൽ നമ്മുടെ ധീരപുത്രന്മാരെ വധിച്ച 26ലധികം ആളുകളെ വധിച്ച ഒരു ദിവസമാണ്. ഈ ദിനത്തിൽ പ്രധാനമന്ത്രി അതിശക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും ആരെങ്കിലും അനക്കാൻ ശ്രമിച്ചാൽ അവരുടെ അവസ്ഥ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിമാരും മറ്റ് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഇതുമായി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അവർ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ മരണപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അതോടൊപ്പം ഇസ്ലാമിക് മത തീവ്രവാദം, മുസ്ലിം മത തീവ്രവാദം തുലയട്ടെ, രാജ്യത്ത് ലോകത്ത് സമാധാനവും സ്വസ്ഥതയും അല്ലെങ്കിൽ സ്നേഹവും ഉണ്ടാകണമെങ്കിൽ ഈ ഇസ്ലാമിക് മത തീവ്രവാദം അവസാനിക്കണം. അതിന് ആരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അത് ആളുകൾ തയ്യാറാകണം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി അവർ ഇറാൻ എന്ന രാഷ്ട്രത്തെ ആക്രമിച്ചുകൊണ്ട്, ഒരു മുസ്ലിം മത തീവ്രവാദ രാഷ്ട്രമാണ്, ഈ രാഷ്ട്രത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കി ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടി പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഓർക്കുകയും പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിം മത തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടത് അത് ഓർക്കുകയും നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുകയും മുസ്ലിം മത തീവ്രവാദികളെ ഈ ലോകത്ത് തന്നെ തൂത്തെറിയാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഈ ഏപ്രിൽ 22 എന്ന ഈ ദിവസത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്.